താരനില്ലാത്ത തലയില്ല എന്ന് പറയാറുണ്ട്. അതായത് മിക്ക തലയിലും വരുന്നൊരു ഫംഗസ് ബാധയാണിത്. തല ചീകുമ്പോൾ പൊടി പോലെ ഇളകി പോരുന്നതാണ് താരൻ. തലയോട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫംഗസാണിത്. താരൻ അധികമായാൽ തലയിൽ ചൊറിച്ചിലും മുടികൊഴിച്ചിലും ഉണ്ടാവും. അതുകൊണ്ട് താരനെ നിസ്സാരമായി കണക്കാക്കരുത്. താരനെ നശിപ്പിക്കാൻ പ്രകൃതിദത്തമായ പല മാർഗങ്ങളും നാം സ്വീകരിക്കാറുണ്ട്. ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും കാച്ചി തലയിൽ തേക്കുന്നതാണ് പൊതുവെ ചെയ്യുന്ന മാർഗം. അതേപോലെ മുട്ടയുടെ വെള്ള തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചും 1/4 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയാൽ താരൻ നശിക്കും. മൈലാഞ്ചിയില, ഉലുവ എന്നിവ നാരങ്ങാനീരിൽ അരച്ച് തലയോട്ടിയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകുന്നത് ഉത്തമമാണ്. മുടിയിൽ കായ ഉണ്ടാകുന്നത് മറ്റൊരു രോഗമാണ്. അതേപോലെ മുടി കീറി മുറിഞ്ഞു പോകുന്നതും ഒരു രോഗമാണ്. മുടികൊഴിച്ചിൽ സ്ത്രീകളിൽ ഏറ്റവും അധികം അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇക്കാര്യത്തിൽ പുരുഷന്മാരെക്കാട്ടിൽ ആദ്യം സ്ത്രീകൾക്കാണ്. ഏതാണ്ട് 70ഓളം മുടി ദിവസവും തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ഇതെല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നതാണ്. ഇതിനെ മുടികൊഴിച്ചിൽ എന്ന് പറയാൻ പറ്റില്ല. തലമുടിയുടെ 90% നിത്യേന വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. 10% കൊഴിയുന്നുള്ളൂ. ഇതിലും കൂടുതൽ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആശങ്കപ്പെട്ടാൽ മതി. പോഷക ആഹാരക്കുറവ് കാരണം മുടി കൊഴിയും. ഭൂരിഭാഗം സ്ത്രീകളിലും മുടികൊഴിച്ചിലിന് കാരണം പോഷകാഹാരക്കുറവ് തന്നെയാണ്. മെലിഞ്ഞ ശരീരം നിലനിർത്താൻ വേണ്ടി പോഷകാഹാരത്തിൻ്റെ അളവ് കുറച്ചാൽ മുടികൊഴിച്ചിലിന് കാരണമാകും. മുടിയുടെ ആരോഗ്യത്തിന് ഇലക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കണം. ഇരുമ്പിൻ്റെ അംശം പ്രോട്ടീനുകളും മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് മറക്കരുത്. മാംസ്യാഹാരങ്ങളും മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. തലയിലെ സോറിയാസിസ്, തലയിൽ നിന്ന് തൊലി വെളുത്ത ചിതമ്പലുകൾ, അടിയിൽ രക്തപ്പാടുകളോടെ ഇളകി വരുന്നുണ്ടോ എങ്കിൽ തലയുടെ സോറിയാസിസ് ആണെന്ന് ഉറപ്പിക്കാം. മുടികൊഴിച്ചിലിന് ഇത് വലിയൊരു പ്രശ്നമായി കാണപ്പെടാറുണ്ട്.